ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബയോമേറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജി കോർ കോഴ്സിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സുവോളജി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത്രയും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാതെ എക്സാമിന് എഴുതാൻ പോകരുത്. ഇതിലേതെങ്കിലുമൊക്കെ ചോദിക്കും, ഉറപ്പാണ്. സോ നമുക്കിവിടെ മെയിനായിട്ട് 12 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ടാക്സോൺ. A taxon is any specifically defined group of organism. സ്പെസിഫിക്കലി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. ടാക്സോണമി നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതിൽ ഡിഫൈൻ ചെയ്ത് നമ്മളൊരു ഓർഗാനിസത്തെ, ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ സ്പെസിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. അതിനാണ് ടാക്സോൺ എന്ന് പറയുന്നത്. ലൈക്ക് ടാക്സ എന്നും പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മോളിക്കുലാർ ടാക്സോണമി. Molecular taxonomy of molecular systematics is a relatively new branch of taxonomy that depends on molecular similarity between organisms, and this branch is also known as computational systematics. മോളിക്കുലർ ടാക്സോണമി എന്ന് പറഞ്ഞാൽ മോളിക്കുലർ സിസ്റ്റമാറ്റിക്സ് എന്നും പറയും. ഇതെന്തിനെന്ന് പറഞ്ഞാൽ ടാക്സോണമിയിലെ ഒരു ന്യൂ ബ്രാഞ്ചാണ്. ആൻഡ് ഓൾസോ ഓർഗാനിസത്തിൻ്റെ മോളിക്കുലർ സിമിലാരിറ്റീസ് വെച്ചിട്ടാണ് ഇത് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. സോ ഒരു ബേസിക്കാണ് മോളിക്കുലർ ടാക്സോണമി എന്ന് പറയുന്നത്, നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ബേസിക്. ഇവിടെ അവർ ഒബ്ജക്റ്റീവായിട്ട് എടുത്തേക്കുന്നത് എന്താണ്? മോളിക്കുലർ സിമിലാരിറ്റീസ് ആണ്. ഓർഗാനിസം തമ്മിലുള്ള മോളിക്കുലർ സിമിലാരിറ്റീസ് ആണ്. നമുക്ക് കമ്പ്യൂട്ടേഷണൽ സിസ്റ്റമാറ്റിക്സ് എന്നും പറയുന്നു. സോ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ടാണ് ഇത്ര മാത്രം എഴുതുന്നത്. ഇനി അല്ലാതെ എസ് എ ആയിട്ടല്ല 4 മാർക്കായിട്ട് ചോദിക്കുവാണെങ്കിൽ ടെസ്റ്റിൽ ബാക്കി എഴുതണം. സോ നെക്സ്റ്റ് വൺ ഈസ്, വാട്ട് ഈസ് സിസ്റ്റമാറ്റിക്സ്? The systematic arrangement of properly identified and named organisms. The Simpson defined it as a scientific class study which deals with the kinds and diversity of organisms and the relationships among them. സോ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക്സ് നമുക്ക് പറയത്തില്ലേ, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് അറിയത്തില്ലേ, അത്രയേ ഉള്ളൂ. ഒരു പ്രോപ്പർലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും നെയിം ചെയ്യുകയും ചെയ്ത ഒരു ഓർഗാനിസം, ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും നെയിം ചെയ്യുകയും ചെയ്ത ഒരു ഓർഗാനിസത്തിനെ അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്ത് പ്രോപ്പർലി ആയിട്ട് വെക്കുന്നു. അതാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി സിംസൺ എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് അതിനെ വേറൊരു ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ബെസ്റ്റ് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി വിച്ച് ഡീൽസ് വിത്ത് ദ കൈൻഡ്സ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദ റിലേഷൻഷിപ്സ് എമംഗ് ദം. സോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും നെയിം ചെയ്യുകയും ചെയ്ത ഒരു ഓർഗാനിസിനെ സിസ്റ്റമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ അതിനെ നല്ലപോലെ അതിൻ്റെ കൈൻഡ്സും അതിൻ്റെ ഡൈവേഴ്സിറ്റി എല്ലാം മനസ്സിലാക്കണം, അതിൻ്റെ റിലേഷൻഷിപ്സ് മനസ്സിലാക്കണം. സോ ഇതൊരു സയൻറ്റിഫിക് സ്റ്റഡിയാണെന്നാണ് സിംസൺ പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടാക്സോണമി? ടാക്സോണമി ഈസ് ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് എ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ക്ലാസിഫൈയിങ് ഓർഗാനിസം. നമ്മൾ പറഞ്ഞു, ഒരു ഓർഗാനിസം ആകുമ്പോൾ നെയിം ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും, സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് ക്ലാസിഫൈ ചെയ്യും. ഈ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള തിയറിയും പ്രാക്ടീസും എല്ലാം എന്താണ്? ടാക്സോണമിയാണ്. സോ ഇറ്റ് ഈസ് ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ക്ലാസിഫൈയിങ് ഓർഗാനിസംസ്. സോ നമ്മളൊരു ഓർഗാനിസത്തിൻ്റെ ടാക്സോണമി നോക്കിയാൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഇൻവോൾവ്സ് എ ഫ്രെയിമിംഗ് ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ക്ലാസിഫൈയിങ് ഓർഗാനിസംസ്. സോ ക്ലാസിഫിക്കേഷൻ്റെ മെയിൻ ഒരു പ്രാക്ടീസാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സോണമിയിൽ ക്ലാസിഫൈ ചെയ്യാനുള്ള റൂൾസും പ്രിൻസിപ്പിൾസും എല്ലാം അടങ്ങിയിട്ടുള്ളതൊരു ഒരു തിങ്ങാണ് എന്തെന്ന് പറയുന്നത് ടാക്സോണമി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി ഫോർ ക്ലാസിഫൈയിങ് ദ ഓർഗാനിസം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ന്യൂമറിക്കൽ ടാക്സോണമി? നമുക്കറിയാം മോളിക്കുലർ ടാക്സോണമി ഉണ്ട്, ന്യൂമറിക്കൽ ടാക്സോണമി ഉണ്ട്, പിന്നെ എവല്യൂഷണറി ടാക്സോണമി ഉണ്ട്. സോ അതുപോലെ ഒരെണ്ണമാണ് ന്യൂമറിക്കൽ ടാക്സോണമി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് ന്യൂമറിക്കൽ ടാക്സോണമി അല്ലെങ്കിൽ ഫെനറ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്സ് ആണെന്ന് തോന്നുന്നു നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇത് 1 മാർക്കിനാണെങ്കിൽ നമുക്ക് ഇത്ര എഴുതിയാൽ മാത്രം മതി. ദാറ്റ് ഈസ്, ഫെനറ്റിക്സ് ഓഫ് ദ ന്യൂമറിക്കൽ ടാക്സോണമി ഈസ് ദ സ്കൂൾ ഓഫ് ടാക്സോണമി ദാറ്റ് ക്ലാസിഫൈസ് ദ ഓർഗാനിസംസ് ഓൺ ദ ബേസിസ് ഓഫ് ഓവറോൾ മോർഫോളജിക്കൽ ഓർ ജനറ്റിക് സിമിലാരിറ്റീസ്. ഇതൊരു സ്കൂൾ ഓഫ് ടാക്സോണമിയാണ്. മാത്രമല്ല ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു മോർഫോളജിക്കലിയും ജനറ്റിക്കലായിട്ടുള്ള സിമിലാരിറ്റീസ് ഓർഗാനിസത്തിനെ നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ഫെനോഗ്രാം? ഫെനോഗ്രാമും ന്യൂമറിക്കൽ ടാക്സോണമി അല്ലെങ്കിൽ ഫെനറ്റിക്സിലുള്ളൊരു പോയിൻ്റാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. സോ ഇറ്റ് ഷോസ് ദ പെർസെൻറ്റേജ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ സ്പീഷീസ്. സോ ന്യൂമറിക്കൽ ടാക്സോണമി നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രാഫ് പോലെ ഒരു സ്ട്രക്ചറാണ് ഫെനോഗ്രാം എന്ന് പറയുന്നത്. ഈ ഫെനോഗ്രാം നോക്കിയാൽ നമുക്ക് സ്പീഷീസിൻ്റെ സിമിലാരിറ്റീസ് പെർസെൻറ്റേജ് വൈസ് നമുക്ക് അറിയാൻ പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഒബ്ജക്റ്റീവ് ഓഫ് ന്യൂമറിക്കൽ ടാക്സോണമി. അപ്പോൾ ന്യൂമറിക്കൽ ടാക്സോണമിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? അതിൻ്റെ ഡെഫിനിഷന് പറയുന്നത് തന്നെയാണ്, ദി ഒബ്ജക്റ്റീവ് ഓഫ് ക്ലാസിഫൈയിങ് ഓർഗാനിസം ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദി മോർഫോളജിക്കൽ ആൻഡ് ജനറ്റിക് സിമിലാരിറ്റീസ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടാക്സോണമി എന്തിൻ്റെ ബേസിലാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ന്യൂമറിക്കൽ ടാക്സോണമി എന്തിൻ്റെ ബേസിലാണ്? ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ദ മോർഫോളജിക്കൽ ആൻഡ് ജനറ്റിക് സിമിലാരിറ്റീസ്. നെക്സ്റ്റ് ഈസ് ക്ലാഡ്.
Clade is a biological group of species which is recently derived from a common ancestral species. ക്ലാഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബയോളജിക്കൽ ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ആണ്. കോമൺ ആൻസിസ്റ്റർ സ്പീഷീസിൽ നിന്നും റീസെൻ്റ്ലി ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ബയോളജിക്കൽ ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ്. അപ്പോൾ ആൻസിസ്റ്റർ സ്പീഷീസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ആണ് ക്ലാഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്ലാഡിസം. ക്ലാഡും എല്ലാം ക്ലാഡിസ്റ്റിക്സ് എന്ന ടോപ്പിക്കിലുള്ളതാണ്. സോ ക്ലാഡിസം ഈസ് എ സ്കൂൾ ഓഫ് ടാക്സോണമി ഫോർ ഫൈലോജൻറ്റിക് ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ. സോ ഈ ക്ലാഡിസം അല്ലെങ്കിൽ ക്ലാഡിസ്റ്റിക്സ് ടോപ്പിക് എന്ന് പറയുന്നത് അത് എന്തിൻ്റെ ബേസിലാണ്? മെയിൻ ആയിട്ടുള്ള ട്രഡീഷണൽ ഫൈലോജൻറ്റിക് ക്ലാസിഫിക്കേഷനാണ്. ഏറ്റവും പ്രോപ്പറായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തൊരു ക്ലാസിഫിക്കേഷനാണ് എവല്യൂഷൻ ടാക്സോണമിയും പിന്നെ ഫൈലോജൻറ്റിക് ടാക്സോണമി എന്ന് പറയുന്നത്. ഫൈലോജൻറ്റിക് റിലേഷൻഷിപ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് അത് മോസ്റ്റ്ലി അക്സെപ്റ്റബിൾ ആവുന്നത്. സോ ക്ലാഡിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്കൂൾ ഓഫ് ടാക്സോണമി ഫോർ ഫൈലോജൻറ്റിക് ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫൈലോജൻറ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് വെച്ച് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു സ്കൂൾ ഓഫ് ടാക്സോണമിയാണ് ക്ലാഡിസം എന്ന് പറയുന്നത്. ക്ലാഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ ആ ക്ലാഡിസത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ക്ലാഡാണ്. മീൻസ് ക്ലാഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൻസിസ്റ്റർ സ്പീഷീസിൽ നിന്ന് നമ്മൾ റീസെൻ്റ്ലി ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ്, അത്രയേ ഉള്ളൂ. ദെൻ ക്ലാഡിസ്റ്റിക്സ് എന്ന് പറഞ്ഞെന്താ? ദ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ ക്ലാഡ്സ് ഈസ് കാൾഡ് ക്ലാഡിസ്റ്റം. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസിസ്റ്റർ സ്പീഷീസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ബയോളജിക്കൽ ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ്. അപ്പോൾ ഈ ബയോളജിക്കൽ ഗ്രൂപ്പ് ഓഫ് സ്പീഷീസിനെ പഠിക്കുന്ന ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷനെയാണ് ക്ലാഡിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ക്ലാഡിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസിഫിക്കേഷൻ, ക്ലാഡിസ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് ടാക്സോണമി, ക്ലാഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി ICZ എക്സ്പാൻഷൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ICZൻ്റെ എക്സ്പാൻഷൻ 1 മാർക്കിന് ചോദിക്കും. ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ എക്സ്പാൻഷൻ മാത്രം ഓർത്ത് വെച്ചുക. ഇനി ICBN ഉണ്ട്, ICZN ഉണ്ട്. ICZN ആണ് നമുക്ക് പഠിക്കാനുള്ളത്. BN ആകുമ്പോൾ അവിടെ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്നാവും. ഇനി CN ആയതുകൊണ്ട് അവിടെ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. സോ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ് ICZൻ്റെ എക്സ്പാൻഷൻ. ലാസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ഡൊമൈൻ സിസ്റ്റമാണ്. 3 ഡൊമൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിച്ചിട്ടുള്ള ബാക്ടീരിയ, ആർക്കി, യൂക്കാരിയ. നമ്മൾ ലൈഫിനെ അവസാനമായിട്ട് മെയിൻലി അക്സെപ്റ്റബിൾ ആയിട്ട് 3 ഡൊമൈൻസ് ആയിട്ട് കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 3 ഡൊമൈൻസ് ആണ്. ഏതൊക്കെയാണ് ഡൊമൈൻസ്? ബാക്ടീരിയ, ആർക്കിയ, യൂക്കാരിയ. ബാക്ടീരിയ, ആർക്കി എന്ന് പറഞ്ഞാൽ എല്ലാം പ്രോകാരിയോട്സ് ആണ്. യൂക്കാരിയോട്സ് എന്ന ഏതാണ്? യൂക്കാരിയാണ്. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തത്. ദെൻ യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ ട്രൂ ന്യൂക്ലിയസ് ഉള്ളത്. സോ ഇത്രയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും 3 ഡൊമൈൻസ് തന്നെ നമ്മൾ ലൈഫിനെ ക്ലാസിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. നമുക്ക് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ബട്ട് 1 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ ഇത്ര മാത്രം എഴുതിയാൽ മതി, ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇനി ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസാണ് നോക്കിയത്. നമ്മൾ SC ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ട് ചെയ്ത് അങ്ങനെ അതിൻ്റെ കൂടെ വായിച്ച് പോകുമ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കത്തില്ല. സോ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്നെ നോക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ഏരിയയിലാണ് എല്ലാവർക്കും കൂടുതലായിട്ട് മാർക്ക് പോകുന്നത്. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കുക. ഇങ്ങനെ എഴുതി തന്നെ ഈ നോട്ട് നോക്കി തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. സോ ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി നോക്കാം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദീസ് ടോപ്പിക്സ് ആൻഡ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു സൂൺ.